ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു പായസമാണ് കേട്ടോ. അതിനുവേണ്ടി ചക്കക്കുരു തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തതാണ് കേട്ടോ ഇത്. ചക്കക്കുരുവിൽ കൂടുതലായിട്ട് പ്രോട്ടീനുകളും മൈക്രോന്യൂട്രിയന്റുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനും ചർമ്മത്തിനും മുടിക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ചക്കക്കുരു പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ മറ്റു പ്രോട്ടീൻ അടങ്ങിയ കടലപ്പരിപ്പ്, മുതിര തുടങ്ങിയ ധാന്യങ്ങളുടെ കൂടെ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇനി നമുക്ക് കഴുകി വെച്ച ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി. അടുത്തതായി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചക്കക്കുരു പായസം കുടിക്കുമ്പോൾ അതിൽ ചക്കക്കുരുവിന്റെ ചെറിയ കഷ്ണങ്ങളായി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചക്കക്കുരു അടിച്ചെടുക്കുന്നതിന് മുമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ചക്കക്കുരു അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂട്ടിയും കുറച്ചും അടിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ഇതിൽ ചേർക്കുന്നത് പാലാണ്. നാളികേരപ്പാലാണ് ശരിക്കും വേണ്ടത്. പക്ഷെ കവർപ്പാലായാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കവർപ്പാലാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് പാലൊഴിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ഇത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി അഥവാ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി എന്നിവ കൂടി ആവശ്യമുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ല എങ്കിൽ നാളികേരക്കൊത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ചേർത്ത് നന്നായി ഇളക്കി വേവിക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പായസം ലൂസാക്കി കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കുടിക്കണം. ചക്കക്കുരു പായസം അല്ലേ എന്ന് വിചാരിച്ച് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഉള്ളതാണ് പായസം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.